സർ, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ-US വ്യാപാര കരാർ. അത് ആ കരാർ കൊണ്ട് ഇന്ത്യക്ക് നഷ്ടം മാത്രമാണുള്ളത്. മോദി ട്രംപിന്റെ ഒരു കീഴടങ്ങുന്ന സമീപനമാണോ ആ കരാറിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്? ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഒരു സുതാര്യതയും വ്യക്തതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അതാദ്യമായി പ്രഖ്യാപിക്കുന്നതും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം വിമാനത്തിൽ വെച്ച് നടത്തുന്ന പത്രക്കാരോട് നടത്തുന്ന അഭിമുഖത്തിലൂടെയാണ് ലോകമറിയുന്നത്. അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും പാർലമെന്റിന് വ്യക്തമല്ല, ജനപ്രതിനിധികൾക്ക് വ്യക്തമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും സീറോ ടാക്സും അല്ലെങ്കിൽ 0 ഇറക്കുമതി ചുങ്കവും അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം ഇല്ലാതിരിക്കുകയും നിലവിലുണ്ടായിരുന്ന 25% ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന 25% 18% കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ എന്തെന്ന് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് പാർലമെന്റിനെയല്ലേ. ഏതെല്ലാം തലത്തിലും ഏതെല്ലാം തരത്തിലുമാണ് ഈ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്? ഏതേത് ഇനങ്ങൾക്കാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്? അതോ ബ്ലാൻഡന്റായി മുഴുവൻ ഇറക്കുമതി ചെയ്യുന്ന, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും, അത് കാർഷികോൽപ്പന്നങ്ങളോ വാണിജ്യോൽപ്പന്നങ്ങളോ വ്യാവസായിക ഉൽപ്പന്നങ്ങളോ ഏത് ഉൽപ്പന്നമായാലും ആ ഉൽപ്പന്നത്തിനെല്ലാം ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി തുരിവ പൂർണ്ണമായും ഇളവ് ചെയ്തുകൊണ്ടുള്ള കരാറാണോ ഒപ്പിട്ടിട്ടുള്ളത്? ആർക്കറിയാം ഇതിനെ സംബന്ധിച്ച് സുതാര്യമായി ഇതിന്റെ വിശദാംശങ്ങൾ? അപ്പോൾ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ജനാധിപത്യപരമായിട്ടുള്ള രാജ്യത്തിന്റെ മുഴുവൻ കീഴ്വഴക്കങ്ങളെയും നടപടിക്രമങ്ങളെയും ജനാധിപത്യ മര്യാദയെപ്പോലും ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, അതിലൊരു സുതാര്യതയില്ല, വ്യക്തതയില്ല. 2, നമ്മുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലല്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നത്? വെനിസുലയിൽ നിന്നാണ് ഇനി എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ഗവൺമെന്റ് ഡീകോളനൈസേഷൻ, കോളനി വിമുക്തമായ രാജ്യമാക്കി ഭാരതത്തെ മാറ്റിത്തീർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുകയും നിരവധി കൊളോണിയൽ നിയമങ്ങൾ എടുത്തുകളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് സത്യത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാജ്യത്തിന്റെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലല്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആദ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വിചിത്രവും അനിതര സാധാരണവും അത്യപൂർവമായ നടപടികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 3, ഇതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചിടത്തോളം സുതാര്യതയില്ല, വ്യക്തതയില്ല എന്ന് പറയുമ്പോൾ തന്നെ കാർഷികോൽപ്പന്നങ്ങൾ അടക്കം നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവ പൂർണ്ണമായും റദ്ദു ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ഏകപക്ഷീയമായ കരാറാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിന് 18% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുകയും അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് ഇറക്കുമതി ചുങ്കത്തിലുള്ള തീരുവ ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരാർ ഏകപക്ഷീയമായിട്ടുള്ള കരാറാണ്. എന്ത് ബെനഫിറ്റാണ് അതിൽ നിന്ന് രാജ്യത്തിനുണ്ടാകുന്നത്? പ്രത്യേകിച്ചും കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ കർഷകർ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കാർഷികോൽപ്പന്നങ്ങളെ എങ്ങനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളോടും രാജ്യത്തോടും വിശദീകരിക്കേണ്ടുന്ന ഗവൺമെന്റും ഭരണകൂടവും ഈ കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗതയും നിശബ്ദതയും ദുരൂഹമാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യ കീഴ്വഴക്കങ്ങളുടെയും മര്യാദകളുടെയും രാജ്യത്തിന്റെ പരമാധികാര അഭിമാന ബോധത്തെ പോലും അതിലംഘിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോഴാണ് ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും അത് രാജ്യത്തുണ്ടാക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചും കൂടുതൽ വിശദമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമ്പോൾ മാത്രമാണ്.